അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വ്യാഴാഴ്ച. നരേന്ദ്രമോദി സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ BJP MPമാരോട് ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര നേതൃത്വം. നാളെ NDA MPമാരുടെ യോഗത്തിനു ശേഷം നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. NDA MPമാരുടെ യോഗം ചേർന്ന് നാളെ നരേന്ദ്രമോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. ആഭ്യന്തരം, ധനം, റെയിൽവേ, വിദേശകാര്യം, നിയമം, IT, പ്രതിരോധം എന്നിവ BJP തന്നെ കൈവശം വെക്കണമെന്ന നരേന്ദ്രമോദിയുടെ താൽപര്യത്തെ തുടർന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട്. മോദിക്ക് പിന്തുണ ഉറപ്പിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് BJPക്ക് വലിയ തലവേദനയാകുകയാണെന്ന് റിപ്പോർട്ടുകൾ. 4 മന്ത്രിമാർ വേണമെന്നാണ് JDU നിർദ്ദേശിച്ചത്. 6 മന്ത്രിമാരെ നൽകണം എന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന TDPക്ക് മന്ത്രിസഭയിൽ 2 പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് BJP നീക്കം. ഇതിനിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും നിർദ്ദേശിച്ച് JDU സമ്മർദ്ദം ശക്തമാക്കി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായേക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികളും രാഹുലിനോട് ആവശ്യപ്പെട്ടു. 2019 52 സീറ്റിൽ നിന്ന് കോൺഗ്രസിനെ ഇക്കുറി 99-ലെത്തിച്ചതിൽ രാഹുലിന്റെ പങ്ക് വലുതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലെ പ്രകടനവും ഭാരത് ജോഡോ യാത്രയും രാഹുലിന്റെ പ്രതിച്ഛായ ഉയർത്തിയെന്നാണ് വിലയിരുത്തൽ. സുരേഷ് ഗോപിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് കേന്ദ്ര നേതൃത്വം. ഇന്ന് വൈകിട്ട് ദില്ലിയിലെത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കേന്ദ്ര നേതൃത്വം ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടക്കുമെന്ന് നിയുക്ത MP സുരേഷ് ഗോപി. തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുണ്ടാകുമെന്നും മണ്ണുത്തിയിൽ നിന്ന് ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയോ K മുരളീധരനോ ആര് വന്നാലും ഇപ്പോഴത്തെ ഭൂരിപക്ഷം കിട്ടും. മുരളീധരൻ വയനാട്ടിൽ മത്സരിച്ചാലും അനുകൂലമായിരിക്കുമെന്നും കരുണാകരന്റെ മകൻ എവിടെയും ഫിറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. K മുരളീധരനുമായി ഇന്ന് കൂടിക്കാഴ്ചയില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നാലേ വയനാട്ടിൽ മത്സരിപ്പിക്കുമോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂവെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. K മുരളീധരൻ എവിടെ മത്സരിക്കാനും യോഗ്യനാണെന്നും ഏത് സ്ഥാനത്തിനും ഫിറ്റാണെന്നും തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്നും വേണമെന്നുണ്ടെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം നൽകാനും തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു. ബംഗാളിൽ 34 വർഷത്തെ തുടർഭരണത്തിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 10 വർഷത്തെ തുടർഭരണത്തോടെ CPMന്റെ ശവക്കുഴി തോണ്ടുമെന്ന് KPCC മാധ്യമസമിതി അധ്യക്ഷൻ ചെറിയാൻ ഫിലിപ്പ്. ബംഗാളിലെ ബുദ്ധദേവ് ഭട്ടാചാര്യയെപ്പോലെ കേരളത്തിൽ പിണറായി വിജയൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് തുരുത്തായ കേരളം അപ്രത്യക്ഷമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മുസ്ലിം ലീഗ് NDAയുടെ ഭാഗമാകണമെന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം. എങ്കിലേ മലപ്പുറത്ത് വികസനം വരൂ. മുസ്ലിങ്ങളെ BJP ശത്രുക്കളായി ട്രീറ്റ് ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനെ NDAയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം പാർട്ടിയിൽ ഉന്നയിക്കും. പോസിറ്റീവായ ഫലം ഉണ്ടാകും. ലീഗിന് ഒരു മന്ത്രിസ്ഥാനവും കിട്ടും. ഇത് മലപ്പുറത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.
മലയാളം സംസാരിക്കാൻ അറിയാത്തതും ജനബന്ധം ഇല്ലാത്തതുമാണ് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ തിരിച്ചടിയായെന്ന് പി.സി. ജോർജ്. ക്രൈസ്തവർക്കിടയിലുണ്ടായ ബി.ജെ.പി. തരംഗത്തെ പത്തനംതിട്ടയിൽ ഉപയോഗിക്കാൻ അനിലിന് കഴിഞ്ഞില്ലെന്നും അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയില്ലെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് സിപിഎം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി വന്നേക്കും. രാജു എബ്രഹാമിനെ മത്സരിപ്പിക്കുന്നതായിരുന്നു ഉചിതമെന്ന് സൂചിപ്പിക്കുന്ന പോസ്റ്റാണ് ഏരിയ കമ്മിറ്റി അംഗം അൻസാരി അസീസ് ഫേസ്ബുക്കിലിട്ടത്. സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാമിന്റെ ചിത്രം വെച്ചാണ് ഏരിയ കമ്മിറ്റി അംഗമായ അൻസാരി അസീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പത്തനംതിട്ടയിൽ 66,119 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വിജയം നേടിയത്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കരുതെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നടപടിയും പിൻവലിച്ചു. ഈ മാസം 1 മുതൽ പ്രദേശവാസികൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവർ ടോൾ നൽകണമെന്ന് ടോൾ കമ്പനി അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളടക്കമുള്ളവർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി. നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചെന്നും ഇതിൽ അട്ടിമറിയുണ്ടെന്നുമാണ് പരാതി. 47 പേർക്ക് 1ാം റാങ്ക് ലഭിച്ചത് ഗ്രേസ് മാർക്കിലൂടെയാണെന്നും ഇതിൽ ക്രമക്കേടുണ്ടെന്നുമാണ് ആരോപണം. പരാതികളെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം അന്വേഷിക്കും. എന്നാൽ എൻസിഇആർടി പാഠപുസ്തകത്തിലെ ഉത്തരവിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എൻടിഎയുടെ വിശദീകരണം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായാണ് സ്വപ്ന സുരേഷ് ജാമ്യമെടുത്തത്. പലതവണ ഹാജരാകാൻ സമൻസ് നൽകിയെങ്കിലും കേസിൽ 1ാം പ്രതിയായ സ്വപ്ന സുരേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല. പിന്നീട് കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഹാജരായത്. പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ മരമുറി അന്വേഷിക്കാൻ എത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ സുരേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവരടക്കം 4 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. സിപിഎം പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. എന്നാൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും മൂഴിയാർ പോലീസ് കേസെടുക്കുന്നില്ലെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരോപിച്ചു. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നും കൂടാതെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസെടുക്കുമെന്നും പിഴ ഈടാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച നടപടി റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ജെ.പി. നഡ്ഡ മാറിയേക്കും. നഡ്ഡയ്ക്ക് പകരം ശിവരാജ് സിംഗ് ചൌഹാൻ ബിജെപി അധ്യക്ഷനായേക്കുമെന്നും സൂചനയുണ്ട്. സർക്കാർ രൂപീകരണ നീക്കവുമായി എൻഡിഎ മുന്നോട്ടു പോകുന്നതിനിടയിലും ബിജെപി എംപിമാർ തന്നെ സമീപിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. പശ്ചിമബംഗാളിലെ 3 ബിജെപി എംപിമാരാണ് സർക്കാരുണ്ടാക്കാൻ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നറിയിച്ച് എത്തിയതെന്ന് അഭിഷേക് ബാനർജി പറഞ്ഞു. തമിഴ്നാട്ടിൽ ഡിഎംകെ സഖ്യത്തിന്റെ ജയത്തെ തുടർന്ന് ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്നും കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കണമെന്നും ഡിഎംകെ യുവജന വിഭാഗം ആവശ്യപ്പെട്ടു. ഡിഎംകെയുടെ ചരിത്ര വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത ഉദയനിധിയെ കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ആവശ്യം. നിയമസഭാ സമ്മേളനം ഈ മാസം അവസാനം ചേരും മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ ബിജെപിയെ വൻ ദുരന്തത്തിൽ നിന്ന് കരകയറ്റിയത് ബിഎസ്പി വോട്ടുകളെന്ന് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ബിഎസ്പിക്ക് സീറ്റുകളൊന്നും ലഭിച്ചില്ലെങ്കിലും എൻഡിഎ കക്ഷികൾ വിജയിച്ച 16 മണ്ഡലങ്ങളിൽ അവരുടെ ഭൂരിപക്ഷത്തെക്കാളും ഉയർന്ന വോട്ട് മായാവതി ഇറക്കിയ സ്ഥാനാർത്ഥികൾ പിടിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ മണ്ഡലങ്ങളിൽ ബിജെപി ഇതര വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ യുപി ബിജെപിക്ക് വലിയ ദുരന്തമാകുമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ച. ഇന്ന് രാത്രി 9:30 ശേഷമാകും പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുക. നിലവിൽ യാത്രാപേടകം സുരക്ഷിതമാണ്. ഇന്നലെ രാത്രി 8:22 വിക്ഷേപണം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കൻ ബുച്ച് വിൽമോറുമാണ് സ്റ്റാർലൈനറിന്റെ
ആദ്യ മനുഷ്യദൌത്യത്തിലെ യാത്രക്കാർ. 2 ഹീലിയം വാൾവുകൾ പൂട്ടി പ്രശ്നം തൽക്കാലം പരിഹരിച്ചെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ഗാസയിലെ UN സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 27ഓളം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സ്കൂളിൽ അഭയം തേടിയെത്തിയ ഗാസയിലുള്ളവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. പക്ഷിപ്പനിയുടെ പുതിയ H5N2 വൈറസ് വകഭേദം ബാധിച്ചുള്ള ലോകത്തെ ആദ്യ മരണം സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന. മെക്സിക്കൻ സ്വദേശിയായ 59-കാരനാണ് മരിച്ചത്. ഏപ്രിൽ 24-നായിരുന്നു മരണം. ലോകത്താദ്യമായി H5N2 പകർച്ച സ്ഥിരീകരിച്ച മനുഷ്യനും ഇയാൾ തന്നെയാണ്. എവിടെ നിന്നാണ് ഇയാൾക്ക് വൈറസ് ബാധയേറ്റതെന്ന് കണ്ടെത്താനായിട്ടില്ല. മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാപ്പുവ ന്യൂഗിനിയയെ 3 വിക്കറ്റിനെ തകർത്ത് ഉഗാണ്ട. ആദ്യം ബാറ്റ് ചെയ്ത പാപ്പുവ ന്യൂഗിനിയ വെറും 77 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഉഗാണ്ട 10 ബോളുകൾ ശേഷിക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. മറ്റൊരു മത്സരത്തിൽ ഒമാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 39 റൺസിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാനെ 125 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.